വ്യാഴവും ശനിയൊക്കെ ബലക്ഷയം വന്നിട്ടാണ് പൂയം നക്ഷത്രത്തിൽ വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള വൈകാരികതയാണ്, മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകും. കർക്കിടക രാശി, ശനി, വ്യാഴം, ഇത് മൂന്നിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻസും ഇവർ പരസ്പരം ചേരാതെ നിൽക്കുകയും ചെയ്ത ശനിയും ചന്ദ്രനും ചേരത്തില്ല. ചേരാതൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ കർക്കിടക രാശിയുടെ ഒത്ത മധ്യത്തിൽ വരുന്ന നക്ഷത്രവും കൂടിയാണ് പൂയം. അപ്പോൾ ആ ഒരു അമിതമായിട്ടുള്ള വൈകാരികത പലപ്പോഴും ഇത് മാനസിക സംഘർഷത്തിനും ഒക്കെ ഒരു കാരണം. ഒരു സ്വസ്ഥതയില്ലായ്മ, സ്വസ്ഥതയെ കൂടുതൽ ആഗ്രഹിക്കുകയും എന്നാൽ അത് കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പിരിമുറുക്കങ്ങളിലൂടെ കടന്നു പോകാം. ദുർവാശിയും പിടിവാശിയും ഉണ്ടാകും. ഇത് തന്നെയാണ് ഇവരുടെ പലപ്പോഴും ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്താനുള്ള കാരണമാകുന്നതും. അതുപോലെ തന്നെ ഈ ശനി മോശമാവുകയും ചന്ദ്രൻ മോശമാവുകയോ വ്യാഴം മോശമാവുകയൊക്കെ ചെയ്ത് വ്യാഴത്തിന് ഗർവ് കൂടും, വ്യാഴം തലതിരിഞ്ഞു പോയാൽ. അപ്പോൾ ഈ ജ്ഞാനിയാണെങ്കിലും ആ ജ്ഞാനത്തിലേക്ക് എത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം അതുകൊണ്ട് തന്നെ ഗുരുവല്ലേ ഇതിൻ്റെ നക്ഷത്ര ദേവത. അതുകൊണ്ട് തന്നെ ബലം കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. വിമർശനങ്ങളെ ഉൾക്കൊള്ളാനുള്ള കഴിവില്ലായ്മ ഇവരുടെ പല തെറ്റിദ്ധാരണകൾക്കും ഇവരുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങൾക്കും മോശമായിട്ട് വഴിതിരിച്ച് വിടും എന്നുള്ളതാണ്. അത് ശീലിക്കണം. ഈഗോ വേണം മനുഷ്യന്, അത് പോസിറ്റീവ് ആയിരിക്കണം. ഒരു രജസ്സാണ്, ഒരു രാജകീയത, ലീഡർഷിപ്പ് വരണമെങ്കിൽ കുറച്ച് രജസ് വേണം. പക്ഷേ ഇത് രജസിൻ്റെ മോശമായ അവസ്ഥയിലൂടെ ചിലപ്പോൾ കടന്നു പോകും. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പിന്നുള്ളത്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, ഭക്ഷണപരമായിട്ടുള്ള അമിതമായിട്ടുള്ള ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ വായാണല്ലോ ഈ നക്ഷത്രം പറയുന്നത്. അപ്പോൾ വായിലുണ്ടാവുന്ന അസുഖങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വാരിയെല്ലിനൊക്കെ വരുന്ന രോഗങ്ങൾ, ക്ഷയരോഗം, ഉദരവ്രണങ്ങൾ, അൾസർ പോലുള്ള അസുഖങ്ങൾ, ഉദരത്തിലുണ്ടാവുന്ന അസുഖങ്ങൾ, എൻഡോസ്കോപ്പിയൊക്കെ എടുത്ത് നോക്കിയാൽ മാത്രം തിരിച്ചറിയുന്ന ചില പ്രശ്നങ്ങൾ, ഛർദി, അതുപോലെ തന്നെ സ്തനാർബുദം, സ്ത്രീകളിലൊക്കെ സ്തനങ്ങൾക്കുണ്ടാവുന്ന അർബുദങ്ങൾ, വിട്ടുമാറാത്ത ചുമകൾ, അതുപോലെ തന്നെ എക്സിമ, മോണരോഗങ്ങൾ, മഞ്ഞപ്പിത്തം, വിക്ക്, ദന്തരോഗങ്ങൾ, ദന്തത്തിന് പല്ലിൻ്റെ കളറ് മാറുക, പല്ല് തേഞ്ഞു പോവുക, വളരെ നേരത്തെ പല്ല് പൊടിഞ്ഞു പോവുക, ഇതൊക്കെ പ്രധാനമായിട്ടും പൂയം നക്ഷത്രത്തിൽ ലഗ്നമോ ചന്ദ്രനോ 6ാം ഭാവാധിപനോ ശനിയോ കുജനോ ഒക്കെ നിന്നാൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്.